السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഗായകൻ ഇതാ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിട്ടുണ്ട്. വളരെ മനോഹരമായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ കൃപാ കടാക്ഷം കൊണ്ട് അനുഗ്രഹം കൊണ്ട് വളരെ പ്രശംസനീയമായ രൂപത്തിൽ മനോഹരമായ രൂപത്തിൽ നമ്മുടെ NLF അതിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരുപാട് അതിഥികൾ വ്യത്യസ്തമായ സെഷനുകളിലൂടെ നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ആസ് എ ക്യൂറേറ്റർ ഓർ കോർഡിനേറ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ടോക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. അനീഫ് ഉസ്താദ് പറഞ്ഞതുപോലെ ഓരോ വിഷയം തിരഞ്ഞെടുക്കുമ്പോഴും ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച കണ്ടന്റ് തരാൻ കപ്പാസിറ്റിയുള്ള ആള് ആരാണോ അവരെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ഒട്ടുമിക്ക ചർച്ചകളും അങ്ങേയറ്റം ഫലപ്രദവും നിങ്ങളുടെ തലച്ചോറുകളിലേക്ക് പുതിയ ചിന്തയുടെ പുതിയ ആലോചനയുടെ തീജ്വാലകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് കൊളുത്തി വെക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഓരോ സെഷനുകളും. ഞാൻ ജേർണലിസം ആ വിഷയത്തിൽ ഇവിടെ സംസാരിക്കാൻ എത്തിയിരുന്നത് പ്രിയപ്പെട്ട രാജീവ് ശങ്കർ സാറായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ നിരന്തരമായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് രാജീവ് ശങ്കർ. അത് സിറാജ് പത്രമാവട്ടെ, മീഡിയ വൺ ആവട്ടെ, ഇപ്പോഴുള്ള റിസാല അപ്ഡേറ്റ് ആവട്ടെ തുടങ്ങിയ പത്രങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം എങ്ങനെയാണ് മീഡിയ റൂമുകൾ അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്ന വിഷയത്തിലായിരുന്നു സംസാരിച്ചത്. അതിൽ ആ ചോദ്യത്തിന്റെ സമയത്തിന് ഞാൻ മൂപ്പരോട് മനോരമയെ കുറിച്ച് ഒരു ചെറിയൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അഥവാ നിങ്ങൾ എന്താണോ വാർത്തകൾ അത് അതേപോലെ നിങ്ങൾക്ക് നൽകുന്നതിന് പകരം റഷീദ് ഉസ്താദ് ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സുഖിക്കുന്ന വാർത്തകൾ എന്താണോ അത് തരിക എന്നുള്ള രൂപത്തിലേക്ക് പല മാധ്യമങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഉദാഹരണത്തിന് മനോരമ മലപ്പുറം എഡിഷനിൽ കൊടുക്കുന്ന അതേ രൂപത്തിലുള്ള വാർത്തയായിരിക്കില്ല ഒരിക്കലും കോഴിക്കോട് എഡിഷനിൽ കൊടുക്കുക. മലപ്പുറം എഡിഷനിൽ പാണക്കാട് തങ്ങന്മാരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പേജിൽ ഫോട്ടോ വന്നാൽ ആൾക്കാർക്ക് അതിനോട് താല്പര്യം കൂടുമെന്ന് അവർക്കറിയാം. പെരുന്നാളിനും നോമ്പിനും മൈലാഞ്ചിയിട്ട കൈകൾ മനോഹരമായി ഫസ്റ്റ് പേജിൽ അച്ചടിച്ചു വന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആ പത്രത്തോട് വാങ്ങാനുള്ള താല്പര്യം കൂടുമെന്ന് അവർക്കറിയാം. സ്വാഭാവികമായും അവരതിന് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് കോട്ടയത്ത് ഇതായിരിക്കും അവസ്ഥ, കോട്ടയത്ത് അവരടിക്കുന്ന എഡിഷനിൽ ഇതായിരിക്കും അവസ്ഥ, തിരുവനന്തപുരത്ത് ഇതായിരിക്കും അവസ്ഥ. അതാണ് ആ സെഷനിൽ പർട്ടിക്കുലർ ആയിട്ട് ചോദിച്ചത്. തെങ്ങ് നമ്മുടെ തേങ്ങയിൽ നിന്നാണല്ലോ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. തേങ്ങക്ക് വില കൂടിയാൽ വെളിച്ചെണ്ണക്ക് വില കൂടും. പക്ഷെ തേങ്ങക്ക് വില കൂടിയാൽ അതിൻ്റെ ഉപകാരം തേങ്ങ കൃഷി ചെയ്യുന്നവർക്കാണ്. മനോരമയെ കുറിച്ച് പറയുന്നത് തേങ്ങ കൃഷി ചെയ്യുന്നവർ ഏത് സ്ഥലത്താണോ കൂടുതലുള്ളത് ആ സ്ഥലത്ത് അവർ വാർത്ത എഴുതുക, തേങ്ങക്ക് വില കൂടി കർഷകർക്ക് സന്തോഷമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കും. ഇനി തേങ്ങ കർഷകർ കുറവായ എന്നാൽ വെളിച്ചെണ്ണ വാങ്ങുന്ന ആൾക്കാർ ഉപഭോക്താക്കൾ കൂടുതലുള്ള സ്ഥലത്ത് അവരുടെ വാർത്ത എങ്ങനെയായിരിക്കും? തേങ്ങക്ക് ഇതാ വില പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വില പോയി കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്ക് വില കൂടും, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളത്. ഇങ്ങനെ ഈ മനോരമയുടെ ഇത്തരം ആശയങ്ങൾക്കെതിരെ ഒരു വിഷവൃക്ഷത്തിന്റെ വേരുകൾ എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. മനോരമ യഥാർത്ഥ മാധ്യമ പ്രവർത്തനമല്ല, ആൾക്കാരെ സുഖിപ്പിക്കുന്ന വാർത്ത നൽകുന്ന ഒരുതരം കച്ചവട തന്ത്രമാണ് ഇതിലൂടെ പയറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു കോപ്പി പോലും നിങ്ങൾക്ക് ആർക്കും കേരളം മൊത്തം തിരഞ്ഞാലും കിട്ടൂല. നേരത്തെ റഷീദ് ഉസ്താദ് ലിബറലിസത്തിനെതിരെ വന്ന ഒരു പുസ്തകത്തെ എങ്ങനെ ഒതുക്കിയതെന്ന് പറഞ്ഞല്ലേ, അതിന്റെ ഇറങ്ങിയ മുഴുവൻ കോപ്പികളും മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വളരെ ആസൂത്രിതമായി അവർ വാങ്ങിക്കൂട്ടുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വായിക്കുന്ന മാധ്യമത്തിലെ വാർത്തകൾ അത്രമേൽ നിഷ്കളങ്കമല്ല. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് എന്ത് അറിവ് കിട്ടുന്നു എന്നനുസരിച്ചാണ് അല്ലെ. സംഭാലിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നത് ന്യൂസ് മീഡിയകളിൽ നിന്ന്, പത്രങ്ങളിൽ നിന്നും പിന്നെ ചാനലുകളിൽ നിന്നുമാണ്. അവിടെ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവുകളിൽ തെറ്റ് സംഭവിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ അഭിപ്രായ രൂപീകരണങ്ങളിൽ തെറ്റ് സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ അനീഫ് ഉസ്താദ് പറഞ്ഞല്ലേ, നൂറുൽ ഹുദയെക്കുറിച്ച് ഒരു സാധാരണ നൂറുൽ ഹുദയെക്കുറിച്ച് പരിചയമില്ലാത്ത ഒരാൾ വാട്സപ്പ് മെസ്സേജിൽ അയാളുടെ വാട്സപ്പിലേക്ക് ഒരു ഫീഡ് വരുന്നു, നൂറുൽ ഹുദ വളരെ ബൗദ്ധികമായി ഉന്നതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് നൂറുൽ ഹുദയോട് സ്നേഹം കൂടും അല്ലേ.
നേരെ മറിച്ച് നൂറുൽ ഹുദ സർവ്വ തിന്മയുടെയും താവളമാണ് എന്നുള്ള രൂപത്തിലാണ് മനോഹരമായ ഒരു മെസ്സേജ് വരുന്നതെങ്കിൽ ആ മെസ്സേജ് വായിക്കുന്ന ആളുടെ അഭിപ്രായം എങ്ങനെയാ വരിക? നൂറുദയെ കുറിച്ച് നന്നായിട്ട് വരുമോ? അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ അയാൾ തയ്യാറാവോ? ഇല്ല. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾക്കനുസരിച്ചിട്ടാണ് അഭിപ്രായ രൂപീകരണം. അതുകൊണ്ട് തന്നെ ഓരോ മാധ്യമങ്ങളുടെ അജണ്ട എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അഭിപ്രായ രൂപീകരണങ്ങൾ കൃത്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെക്യുലർ ആയിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമങ്ങൾ തെരഞ്ഞുപിടിക്കാനും അത് വായിക്കാനും അതുവഴി അഭിപ്രായ രൂപീകരണം നടത്താനും നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം PT നാസർ ഖാൻ ഒരു സെഷൻ ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകതകളുടെ ഒരു മനുഷ്യനാണെന്നത് അതിൻ്റെ സെഷൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. അവസാനം നിങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം ഷീസത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ? ആ പറഞ്ഞതിൽ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ളത്, മൂപ്പര് തുർക്കിയെ കുറിച്ച് പറഞ്ഞിരുന്നു. തുർക്കി ഇസ്രയേലിനെ സഹായിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. തുർക്കി ഒരു സുന്നി രാജ്യമാണ്, അഥവാ നോൺ സലഫി നോൺ ഷിയ രാജ്യമാണ് തുർക്കി. ഇസ്രയേൽ ഗസയെ ആക്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ദശലക്ഷക്കണക്കിന് കോടികൾ ബിസിനസ് ഉള്ള തുർക്കിയും ഇസ്രയേലുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും ക്യാൻസലാക്കാൻ ഉത്തരവിട്ട ഒരു ഭരണാധികാരിയാണ് തുർക്കിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ റജബ് തയ്യിബ് എർദോഗാൻ. തുർക്കിക്കും നഷ്ടമുണ്ട്, അതിൽ ഇസ്രയേലിനും നഷ്ടമുണ്ട്. അങ്ങനെയുള്ള തുർക്കി ഗസയെ അല്ലെങ്കിൽ ഫലസ്തീനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ രാജ്യത്തെ തുറമുഖങ്ങൾ വഴി ഇസ്രയേലിലേക്ക് കൊണ്ടുപോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് അത്തരം വാർത്തകൾ വന്നിട്ടില്ല. വാർത്തകൾ വന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് അത്തരം വാർത്തകൾ വന്നിട്ടില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായി. കണ്ണടച്ച് തുറക്കും മുമ്പാണ് സിറിയ എന്നുള്ള രാജ്യത്തെ ഭരണകൂടം ജസ്റ്റ് കൊളാപ്സ്ഡ്. അസദ് അല്ലെ, ബഷാർ അൽ അസദ് എന്ന് 20 വർഷത്തിലധികം സിറിയയെ ഉരുക്കുമുഷ്ടിയിൽ അടക്കി ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ കലാപുണ്ടായപ്പോൾ ജനങ്ങൾ, നിരായുധരായ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയപ്പോൾ തനിക്ക് ലഭ്യമായ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളും ടാങ്കുകളും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കിയ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി, ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭയാർത്ഥികളാക്കി മാറ്റിയ ബഷാർ അൽ അസദിന്റെ ഭരണകൂടം ഈ ഒരാഴ്ച കൊണ്ട് തകർന്നുപോയി. അദ്ദേഹത്തിന്റെ എതിരാളികൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്തി. അലപ്പോ പിടിച്ചെടുത്തു, ഹിംസ് പിടിച്ചെടുത്തു, ഇന്ന് ഡമസ്കസും പിടിച്ചെടുത്തു. ഒരു ഭരണകൂടത്തിന്റെ നീണ്ടകാലത്തെ ചരിത്രത്തിന് ഇത് അന്ത്യമായിരിക്കും. ഇനിയിപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റൂല. സിറിയ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഫലസ്തീൻ ഉണ്ട്, ലെബനാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്. വളരെ സെൻസിറ്റീവായ മുസ്ലിം പോപ്പുലേറ്റഡ് ആയ രാജ്യങ്ങളാണ് ഇതൊക്കെ. അവിടെ തുർക്കിക്ക് താല്പര്യങ്ങളുണ്ട്, ഇറാന് താല്പര്യങ്ങളുണ്ട്, റഷ്യക്ക് താല്പര്യങ്ങളുണ്ട്. ഒരു ലോക യുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന് പോലും ലോകരാജ്യങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഫലസ്തീന്റെ മാത്രമല്ല, മൊത്തം നമ്മൾക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സൗകര്യങ്ങളും ആർഭാടങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഗൾഫ് മണിയിൽ നിന്നാണ്. നമ്മുടെ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ വരുന്നത് എണ്ണ പണത്തിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് കോട്ടം തെറ്റിക്കഴിഞ്ഞാൽ കേരളത്തിലും കർണാടകയിലുമുള്ള അടുക്കളയിലെ അടുപ്പിൽ വരെ അതിന്റെ എഫക്റ്റ് അറിയും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സാഗൂതം, വളരെ നിഷ്പക്ഷമായി വിലയിരുത്തേണ്ട, പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീന്റെ മോചനം, അത് ഇൻഷാ അല്ലാഹ് മഹ്ദി ഇമാമിന്റെ വരവോടുകൂടി ഫലസ്തീൻ വിമോചിക്കപ്പെടുമെന്നാണ് നമ്മൾ കാലങ്ങളായി പഠിക്കുന്നത് അല്ലെ. എത്ര യുദ്ധമുണ്ടായി കഴിഞ്ഞാലും മഹ്ദി ഇമാമിന്റെ വരവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുവരെ ഫലസ്തീൻ ജനത ഇസ്രയേലിനോട് കല്ലും കവണയും, ഇസ്രയേലിന്റെ തോക്കിനും ടാങ്കിനുമെതിരെ കല്ലും കവണയും ഉപയോഗിച്ച് പോരാടിയേ തീരുകയുള്ളൂ. അതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുക. പിന്നെ മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ വളരെ വിശദമായ ചർച്ച നടന്നു. ഞാൻ അത് കേട്ട ആൾക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞത് വെച്ച് പറയുകയാണ്, കന്നഡ അറിയാത്തത് കൊണ്ട്. അതിലൊന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ മൈനോറിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? ഞാനൊരു മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിങ്ങൾ എങ്ങനെ സംഘടിക്കണം എന്നുള്ളതാണ്. മുസ്ലിങ്ങളായിട്ട് തന്നെ സംഘടിക്കണം. മുസ്ലിങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോകാൻ പാടില്ല. മുസ്ലിങ്ങളായിട്ട് തന്നെ സംഘടിക്കണം. അതാണ് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ്. കേരളത്തിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നത് അതാണ് അല്ലെ. കേരളത്തിലെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ഒരു പാർട്ടിയാണ്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം? If you are being persecuted only because you are a Muslim, നിങ്ങൾ മുസ്ലിമാണ് എന്ന ഒറ്റ കാരണത്തിൽ മാത്രമാണ് നിങ്ങൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ മതക്കാരോ സമുദായക്കാരോ വരുമോ? നിങ്ങൾ ആരായിട്ട് പ്രതികരിക്കണം? മുസ്ലിങ്ങളാണ് എന്നുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് തന്നെ തിരിച്ച് പ്രതികരിക്കണം. പ്രതികരിക്കുക എന്നാണ് ജനാധിപത്യമായ രൂപത്തിൽ പ്രതികരിക്കണം.
ബാബരി മസ്ജിദിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ വിധി വന്നു. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ലേ? കോൺഗ്രസിന് ചിലപ്പോൾ അത് ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കില്ല. കാരണം ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. കോൺഗ്രസിന് അത് ഇഷ്ടമില്ലെങ്കിൽ കൂടി കോൺഗ്രസിന് അത് സമ്മതിക്കേണ്ടി വരും. കാരണം എന്താ? അതിനെതിർത്താൽ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ നഷ്ടപ്പെടും. സ്വാഭാവികമായും കോൺഗ്രസിന് കൂടുതൽ പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്ന് വിചാരിച്ച് മുസ്ലിങ്ങൾക്ക് നീതി വേണ്ടേ? ജസ്റ്റിസ് വേണ്ടേ? ആര് പ്രതികരിക്കും? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി അലിഞ്ഞു നിൽക്കുന്ന കാര്യമില്ല. നമ്മുടേതായിട്ടുള്ള ഒരു പവർ പൊളിറ്റിക്സ് രൂപപ്പെടുത്തണം എന്നുള്ളത്. അത് ആ ഒരു സെഷനിൽ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ വളരെ മനോഹരമായിട്ട് സംഗീതവും സൂഫിസവും തസവുഫും ഒക്കെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു സെഷൻ, വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അല്ലെ ആത്മീയതയുടെ എല്ലാ സൗന്ദര്യങ്ങളും സ്വര ലയ താളത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ആവാഹിച്ചുകൊണ്ടുള്ള ഒരു മെഹ്ഫിൽ ഇന്നലെ നടന്നു. അപ്പോൾ അന്നേരം KH താനൂർ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ അത് തസവുഫിന്റെ തന്നെ പ്രത്യേകതയാണ്. അത് എന്താണെന്ന് അനുഭവിച്ചറിയണം. ഒരു ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര ടേസ്റ്റാണ് എന്ന് ഒരാൾ വേറൊരാൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അത് ബിരിയാണി കഴിച്ച് തന്നെ മനസ്സിലാവണം. അതേപോലെ തന്നെയാണ് തസവുഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട പാട്ടുകളാണെങ്കിലും നമ്മൾ മദ്ഹ് ഗാനങ്ങളൊക്കെ ആലപിക്കാറില്ലേ? അപ്പോൾ അത് സംഗീതവും സൂഫിസവും തസവുഫും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ, വായനകൾ, ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവണമെന്ന് ഈ വിഷയത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ റഷീദ് ഉസ്താദിന്റെ സെഷനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന രൂപത്തിലാണ് അല്ലേ? നമുക്കൊരു ഐഫോൺ ഉണ്ടാവാനുള്ള ഒരു ആഗ്രഹം, ഐഫോൺ കിട്ടിയിട്ടില്ലെങ്കിലുള്ള സങ്കടം. ഐഫോൺ കിട്ടിയാൽ മാത്രമേ എനിക്ക് സ്റ്റാറ്റസ് ഉയരൂ എന്ന് നമ്മളെ ആരാണ് പഠിപ്പിച്ചത്? ഇന്ന് ബ്രാൻഡ് ഷർട്ട് ഇട്ടാൽ മാത്രമേ എനിക്ക് ജനങ്ങൾക്കിടയിൽ വിലയുണ്ടാവും നമ്മൾ ആരാ പഠിപ്പിച്ചത്? അത് ആരുടെ താല്പര്യമാണ്? ക്യാപിറ്റലിസത്തിന്റെ താല്പര്യമാണ്. ആ ഷർട്ട് വിൽക്കുന്ന കമ്പനികളുടെ താല്പര്യമാണ്. ആ ഫോൺ വിൽക്കുന്ന കമ്പനിയുടെ താല്പര്യമാണ്. ജനങ്ങൾക്ക് ഏത് ബോധം വേണം? ഞങ്ങളുടെ കമ്പനിയുടെ ഷർട്ട് ഇട്ടാലേ, നമ്മുടെ കമ്പനിയുടെ ഫോൺ വാങ്ങിക്കഴിഞ്ഞാലേ ആൾക്കാർക്കിടയിൽ സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു പെർസെപ്ഷൻ നിരന്തരമായി പരസ്യങ്ങളിലൂടെ അവർ നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്തു കഴിഞ്ഞു. അവരതിനെ സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കുന്നു. നമ്മൾ സെലിബ്രിറ്റീസിലേക്ക് പോയി വീഴുകയാണ്. അവരെന്താ ചെയ്യുന്നതാണ് നമ്മുടെ മതം. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ശീലങ്ങളെ പോലും ക്യാപിറ്റലിസം വളരെ മനോഹരമായി നിയന്ത്രിച്ചു? അതിന് ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. അമേരിക്കയിലെ സിഗരറ്റ് വിൽപ്പന, സിഗരറ്റ് കമ്പനികൾ തഴച്ചു വളരുന്ന ഒരു സമയം 1970-കളിൽ സിഗരറ്റ് വിൽപ്പന ഇരട്ടിപ്പിക്കാൻ സിഗരറ്റ് കമ്പനിയുടെ ഒരു മുതലാളിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായി. അതിന് അദ്ദേഹം ഒരുപാട് കിണഞ്ഞു പരിശ്രമിച്ചു. മാക്സിമം പുരുഷന്മാരൊക്കെ സിഗരറ്റ് വലിക്കുന്നു. അക്കാലത്ത് സ്ത്രീകൾ സിഗരറ്റ് വലിക്കാറില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ സുഹൃത്തായ മാധ്യമ പ്രവർത്തകനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം അക്കാലത്ത് അമേരിക്കയിൽ സജീവമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ അവകാശ പ്രസ്ഥാനങ്ങൾ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ആശയമൊക്കെ സ്പ്രെഡ് ആവുന്ന ഒരു സമയമാണ്. സ്ത്രീകളാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കാലിഫോർണിയയിൽ ഫെമിനിസ്റ്റുകൾ, സ്ത്രീകൾ തങ്ങളുടെ പുതിയൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്നു വരുന്ന ഞായറാഴ്ച. എല്ലാവരും വളരെ ആവേശത്തോടെ കൗതുകത്തോടെ കാത്തിരുന്നു. സ്ത്രീകൾ പുതിയ എന്തോ സ്വാതന്ത്ര്യം, അവരടിച്ചമർത്തപ്പെട്ടവരാണെന്നുള്ളതൊക്കെയാണല്ലോ ലിബറലിസ്റ്റുകളുടെ വാദം. പുതിയ എന്തോ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്നു. അപ്പം ഈ സ്ത്രീ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. അന്ന് രാവിലെ ഫ്രീഡം ഫോർ ഓൾ, ഫ്രീഡം ടു സ്മോക്ക് തുടങ്ങിയ പ്ലക്കാർഡുകളുമായി ഫെമിനിസ്റ്റുകൾ, സ്ത്രീ അവകാശ പ്രവർത്തകർ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അവർ പരസ്യമായി പുകവലിക്കുന്നു. ആദ്യമായി സ്ത്രീകൾ പരസ്യമായി പുകവലിച്ച് തുടങ്ങുന്നു. അപ്പൊ കുറെ ആൾക്കാർക്ക് തുടങ്ങി, ശരിയാണല്ലോ, ഈ പുരുഷന്മാർക്ക് മാത്രം പറ്റുന്ന ഒരു സാധനമാണോ പുകവലി? നമ്മളും അത് ചെയ്യണ്ടേ? നമ്മളും ചെയ്താലല്ലേ പുരുഷന്മാർക്ക് തുല്യമാകൂ? അന്ന് മുതൽ അതൊരു ഫെമിനിസ്റ്റ് ട്രെൻഡായി, ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമായി പുകവലി സ്ത്രീകൾക്കിടയിൽ വ്യാപകമായി. അപ്പുറത്ത് എന്താ സംഭവിച്ച്? സിഗരറ്റ് കമ്പനിയുടെ ലാഭം ബില്യൺ കണക്കിന് ഡോളറുകൾ വർദ്ധിച്ചു. ഈ മണ്ടന്മാർക്ക് വല്ലതും മനസ്സിലായോ? നമ്മൾ ഈ സിഗരറ്റ് വലിക്കുന്നത് ആരുടെ അജണ്ടയാണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് അവർക്ക് മനസ്സിലായോ? ഇല്ല. ഇതേപോലെയാണ് ക്യാപിറ്റലിസവും ലിബറലിസവും നമ്മുടെ ശീലങ്ങളെ, നിനക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കാണാ കയങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ റഷീദ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഗൗരവതരമായ ചർച്ചകളും ആലോചനകളൊക്കെ നടക്കുമ്പോൾ
നമുക്ക് പിന്നീട് റെഫർ ചെയ്യാനും കൂടുതൽ ആലോചനകൾക്ക് വിധേയമാക്കാനും അത് നോട്ട് ചെയ്യാനും ഒരു നോട്ട് പാഡും ഒരു പേനയൊക്കെയുമായി വരിക എന്ന് പറഞ്ഞത് ഒരു മിനിമം മര്യാദയാണ്. ഇപ്പോൾ നിങ്ങൾ മാത്രമുള്ളത് കൊണ്ട് നിങ്ങളോട് വളരെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് അത്തരം സെഷനുകളിൽ ആ കാര്യങ്ങൾ അതിഥികൾ സൂചിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത്. പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ എതിരാളികൾ തന്നെ അത്യാവശ്യം പ്രചരണം നടത്തിയതുകൊണ്ട് NLF ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഏകദേശം എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ വളരെ മനോഹരമായ കലാസൃഷ്ടികളും കഴിവുകളുമൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ മാസങ്ങളായിട്ട് ഇതിൻ്റെ സാമ്പത്തികമായിട്ട് ഇതിൻ്റെ ആംബിയൻസ് ഒരുക്കാൻ വേണ്ടി ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി അതിഥികളെ ക്ഷണിക്കാനും വേണ്ടി ക്ഷണിക്കുമ്പോൾ തന്നെ അവർ ഓടി വരുമൊന്നുമില്ല. ഓരോരുത്തരെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട നൂർഹുദ സ്റ്റുഡൻസ് യൂണിയനിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അവരുടെ അധ്വാനമാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്ന വിജയങ്ങളൊക്കെ. ഒന്നും പാഴായി പോവില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ എടുക്കുന്ന ഒരു എഫോർട്ടും ഒരു അധ്വാനവും ഒന്നും പാഴായി പോകാൻ പോകുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ജീവിത വിജയത്തിന് വളരെ മികച്ച അനുഭവ സമ്പത്താണ് ഇതിലൂടെ നിങ്ങൾ ആർജിച്ചെടുക്കുന്നത്. ഇതിനു വേണ്ടി പണിയെടുത്ത അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പണികൾ മുതൽ വലിയ പണികൾ വരെ എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളൊരിക്കലും ഇത്തരം ഫെസ്റ്റുകളിൽ സങ്കുചിത മനോഭാവത്തിൽ കുടുങ്ങാതെ നമുക്കൊരു വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയ ആൾ ആരാണോ അയാളുടെ ഉപ്പ ഏതായിരുന്നു, ഉമ്മ ഏതായിരുന്നു, അവരേത് ആശയക്കാരായിരുന്നു, അവരേത് സമുദായത്തിൽ എവിടെ നിന്ന് വന്ന അങ്ങനെ ചുഴിഞ്ഞ് അന്വേഷിക്കാതെ ആ വിഷയത്തിൽ പെർഫെക്റ്റായി നമുക്ക് ക്ലാസ് എടുക്കാൻ ആരാണോ പറ്റുന്നത് അവരെ കൊണ്ടുവരിക, അവരെ കേൾക്കുക. എന്നാലേ അവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. രണ്ടാളും രണ്ടു ദ്വീപിൽ വസിച്ചാൽ ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടോ? ഇല്ല. പരസ്പരം അടുത്തു വരണം, സംസാരിക്കണം, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. റഷീദ് സാഹ് പറഞ്ഞതുപോലെ നസീഹത്ത് ബുദ്ധി, അവരന് നന്മ വരണം എന്ന ബുദ്ധി നമുക്ക് വരണം. അവരുടെ നന്മ ദൂരത്തു നിന്ന് വരുമോ അവന് പറഞ്ഞു കൊടുക്കണം ഏതാണ് നല്ല മാർഗം എന്നുള്ളത്. അങ്ങനെ ഒരു തുറന്ന മനസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹവും സമുദായവും കടന്നു വരട്ടെ. ഏതായാലും ഇതിനുവേണ്ടി സർവാത്മന പ്രവർത്തിച്ച എല്ലാവിധ പിന്തുണയും നൽകിയ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പസിൻ്റെ ചുറ്റുവട്ടങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് നിയമങ്ങൾക്കും ചിട്ടകൾക്കും എല്ലാം ഇടയിൽ വളരെ ശക്തമായ തുറന്ന പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട അനീഫ് ഉസ്താദിനും കൂടെയുള്ള മുഴുവൻ ഉസ്താദുമാർക്കും, ആ കുട്ടികളെ പ്രചോദിപ്പിച്ച അവരെ പ്രോത്സാഹിപ്പിച്ച പിന്തുണ നൽകിയ മുഴുവൻ അധ്യാപകരും, ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം ആ അധ്യാപകരുടെ അവരുടെ അധ്വാനത്തിൻ്റെയും കൂടി ഫലമാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദ വാഹ്മൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.